ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഇക്കി കിഡ്സ്. അപ്പൊ മക്കളെ, ഈ കാണുന്ന ലോഗോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെ, കറക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഒളിമ്പിക്സിന്റെ ലോഗോ. ഒളിമ്പിക്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ഓർമ്മ വരുന്നത് 2024 ഒളിമ്പിക്സ് ആയിരിക്കും. പക്ഷെ ഈ ഒളിമ്പിക്സിന് ഇതിന്റെ ഒരുപാട് വർഷം മുന്നത്തെ ഒരു ചരിത്രമുണ്ട്. അതായത് ഏകദേശം 2700 വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരു കായിക മേളയാണ് ഒളിമ്പിക്സ്. കറക്റ്റായി പറയുകയാണെങ്കിൽ BC 776 ഗ്രീസിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കായിക മേളയായിരുന്നു ഈ ഒളിമ്പിക്സ്. ഈ ഒളിമ്പിക്സ് നടത്തിയിരുന്നത് നമ്മുടെ കിങ് ഓഫ് ഗ്രീക്ക് ഗോഡ്സ് ആയിട്ടുള്ള സിയൂസിനുള്ള ഒരു ഓണർ ആയിട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരുപാട് കാലം ഈ ഒളിമ്പിക്സ് നടത്താതിരുന്നു. പിന്നെ ഒരു 1500 വർഷത്തിന് ശേഷം പിയറി ഡി കുബർട്ടിന്റെ നേതൃത്വത്തിലാണ് ഈ ഒളിമ്പിക്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 1894, അതായത് 1894 എന്ന വർഷത്തിൽ പിയറി ഡി കുബർട്ടിന്റെ നേതൃത്വത്തിൽ ഒരു ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിച്ചു. ഈ ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിച്ചതിന് കൃത്യം 2 വർഷത്തിന് ശേഷം, അതായത് 1896 ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു. അതിനാൽ തന്നെ ഈ പിയറി ഡി കുബർട്ടിനെ ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ വേൾഡിൽ മൊത്തം 195 കൺട്രീസ് ഉണ്ട്. പക്ഷെ അന്ന് 1896 മോഡേൺ ഒളിമ്പിക്സ് നടക്കുന്ന കാലത്ത് വെറും 14 രാജ്യങ്ങൾ മാത്രമേ ഇതിൽ പങ്കെടുത്തിരുന്നുള്ളൂ. അങ്ങനെ 1896 സ്റ്റാർട്ട് ചെയ്ത മോഡേൺ ഒളിമ്പിക്സിന്റെ വെന്യൂ ഏതൻസ് ആയിരുന്നു. അതായത് ഗ്രീക്കിലെ ഏതൻസിൽ വെച്ചിട്ടായിരുന്നു 1896 ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് നടന്നത്. അതിനുശേഷം എല്ലാ 4 വർഷത്തിലും ഈ ഒളിമ്പിക്സ് നടന്നു പോന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ കാണിച്ചില്ലേ, ഈ ഒളിമ്പിക്സിന്റെ ലോഗോനെ പറ്റിയാണ്. അതായത് ഈ ഒളിമ്പിക്സിന്റെ ലോഗോ ശ്രദ്ധിച്ചാൽ അറിയാം, 5 റിങ്സ് ആണ് അതിലുള്ളത്. ഈ 5 റിങ്സും 5 ഡിഫറെന്റ് കളറിലാണുള്ളത്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഈ 5 നിറങ്ങളും റെപ്രസെന്റ് ചെയ്യുന്നത് 5 കോണ്ടിനെന്റ്സിനെയാണ്. ആ 5 കോണ്ടിനെന്റ്സ് ആണ് ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, അമേരിക്ക ആൻഡ് ഒഷീനിയ. അതുപോലെ തന്നെ ഈ നിറങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ രാജ്യത്തിലെയും ഫ്ലാഗുകളിൽ ഇതിലെ ഏതെങ്കിലും ഒരു കളറെങ്കിലും ഉണ്ടായിരിക്കും. അതുകൂടാതെ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒളിമ്പിക്സിന്റെ പ്രൈസിനെ പറ്റിയാണ്. ഒളിമ്പിക്സിലെ പ്രൈസ് എന്ന് പറയുന്നത് 3 മെഡലുകളാണ്. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഗോൾഡൻ മെഡലും, സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് സിൽവർ മെഡലും, തേർഡ് കിട്ടുന്ന ആൾക്ക് ബ്രോൺസ് മെഡലുമാണ്. എന്നാൽ ഈ ഒളിമ്പിക് മെഡലിന്റെ ഡിസൈൻ അത് ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന് തീരുമാനിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഒളിമ്പിക്സ് മെഡലിനെ പറ്റി സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒളിമ്പിക്സിന്റെ മാസ്കോട്ട്സിനെ പറ്റിയാണ്, അതായത് ഭാഗ്യചിഹ്നങ്ങളെ പറ്റി. ഏറ്റവും അവസാനം നടന്ന 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫ്രിജസ് ആയിരുന്നു. ഈ ഫ്രിജസ് എന്ന് പറയുന്നത് ഒരു റെഡ് ഹാറ്റ് ആണ്. അതായത് ഈ ഹാറ്റുകൾ, അതായത് ഫ്രിജിയൻ ക്യാപ്സ്, എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് ഫ്രാൻസിന്റെ ഫ്രീഡത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപ്സ് ആണ് ഈ ഫ്രിജിയൻ ക്യാപ്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒളിമ്പിക്സിൽ പ്രധാനമായത്, അതാണ് ഒളിമ്പിക്സിലെ ഒളിമ്പിക് ടോർച്ച് അല്ലെങ്കിൽ ദീപശിഖ. ഈ ഒളിമ്പിക് ടോർച്ച് ലൈറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒളിമ്പിയയിൽ നിന്നാണ്. അതായത് ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്ന് ലൈറ്റ് ചെയ്യുന്ന ഈ ഒളിമ്പിക് ടോർച്ച് ഏത് രാജ്യത്താണോ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നത് അതുവരെ ഒരു റിലേ പോലെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ട്രഡീഷനിലൂടെ ഫ്രണ്ട്ഷിപ്പിനെയാണ് ഒളിമ്പിക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒളിമ്പിക്കിന്റെ മോട്ടോ ആണ്. ഒളിമ്പിക്കിന്റെ മോട്ടോ എന്ന് പറയുന്നത് സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ്. അതായത് ഫാസ്റ്റർ, ഹയർ ആൻഡ് സ്ട്രോങ്ങർ. ഈ 3 കാര്യങ്ങളും ചേർന്നതാണ് ഒളിമ്പിക്കിന്റെ മോട്ടോ. പക്ഷെ 2021 വരെയാണ് ഈ 3 കാര്യങ്ങളും ചേർന്ന മോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. 2021 ശേഷം ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, അതാണ് ടുഗദർ. സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ്, ടുഗദർ. അതായത് ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ ആൻഡ് ടുഗദർ. നമുക്ക് എല്ലാവരും ഒന്നിച്ച്, അതായത് ആ ഒരു ടുഗദർനെസ്സിനെ സൂചിപ്പിക്കുന്നതായിരുന്നു ആ ഒരു കൂട്ടിച്ചേർത്ത വാക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു 1896 ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് നടന്നു. അതിനുശേഷം 2024 വരെ ഒരുപാട് ഒളിമ്പിക്സ് നടന്നെങ്കിലും ഫസ്റ്റ് വുമൻ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്ന ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1900 ഒളിമ്പിക്സ് ആയിരുന്നു. പക്ഷെ 1900 ഒളിമ്പിക്സിൽ പോലും വെറും 22 വുമൻസ് മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻ പങ്കെടുത്ത ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1896 ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സിലായിരുന്നു. ജിംനാസ്റ്റിക്കിൽ പങ്കെടുത്ത ആ ബാലനായിരുന്നു
1896 ആ പ്രായം കുറഞ്ഞ ബാലൻ ദിമിത്രിയോസ് ലൗണ്ട്രാസ് എന്നു പേരുള്ള ആ 10 വയസ്സുള്ള ബാലനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻ. 2024 ഒളിമ്പിക്സ് കഴിഞ്ഞതിനു ശേഷവും ഒളിമ്പിക്സ് നടന്നിരുന്നു. ആ ഒളിമ്പിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അതെ, അതായിരുന്നു പാരാലിമ്പിക്സ്. നമ്മുടെ മോട്ടോയിൽ പറഞ്ഞ പോലെ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ഈ 3 കാര്യങ്ങളും അല്ലാതെ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഒളിമ്പിക്സ്. അതായത് നമ്മുടെ സമൂഹത്തിലെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒളിമ്പിക് കമ്മിറ്റി മറ്റൊരു ഒളിമ്പിക്സ് കൂടി നടത്തുന്നുണ്ട്. അതാണ് പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് നടത്തുന്ന അതേ വെന്യൂവിൽ വെച്ച് തന്നെയാണ് പാരാലിമ്പിക്സും നടത്താറുള്ളത്. 2024 ഒളിമ്പിക്സിന് ശേഷം 2024 പാരാലിമ്പിക്സും നടത്തിയിരുന്നു. ഒളിമ്പിക്സിൽ ഒരുപാട് ഇവന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ 2024 പാരീസ് ഒളിമ്പിക്സിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് 4 പുതിയ ഇവന്റ്സ് കൂടി ചേർന്ന ഒളിമ്പിക്സ് ആയിരുന്നു 2024 പാരീസ് ഒളിമ്പിക്സ്. അതായത് ബ്രേക്ക് ഡാൻസ്, സ്പോർട്ട് ക്ലൈംബിംഗ്, സർഫിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, ഈ 4 ഇവന്റ്സ് ആയിരുന്നു 2024 ഒളിമ്പിക്സിൽ പുതിയതായി ചേർത്ത ഇവന്റ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒളിമ്പിക്സ് ഒരെണ്ണം മാത്രമല്ല, 2 തരത്തിലുണ്ട്. അതായത് ഒരുപാട് ഗെയിംസ് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പലതും സമ്മർ സീസണിലെ നടത്താൻ കഴിയൂ, പലതും വിന്റർ സീസണിലെ നടത്താൻ കഴിയൂ. അതിനനുസരിച്ച് സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് എന്നിങ്ങനെ 2ആയി ഒളിമ്പിക്സിനെ തരംതിരിച്ചിട്ടുമുണ്ട്. 2024 പാരീസിൽ വെച്ച് ഇപ്പോൾ നടന്നു കഴിഞ്ഞത് സമ്മർ ഒളിമ്പിക്സ് ആണ്. ഇനി നടക്കാൻ പോകുന്നത് 2026 വിന്റർ ഒളിമ്പിക്സ് ആണ്. വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലിയാണ്. ഇനി നമുക്ക് വേദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2028 നടക്കാൻ പോകുന്ന സമ്മർ ഒളിമ്പിക്സിന്റെ വേദിയാണ് ലോസ് ആഞ്ചൽസ്, US. എന്നാൽ തൊട്ട 2 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ 2032 നടക്കാൻ പോകുന്ന സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയയാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.